മെയ് 2, 2025 ശ്രീശങ്കര ജയന്തി. ആദിശങ്കരൻ കേരളത്തിലെ കാലടി എന്ന ഗ്രാമത്തിൽ ശിവഭക്തരായ ശിവഗുരുവിനും ആര്യാമ്പ എന്നീ ദമ്പതികൾക്ക് പുത്രനായി ജനിച്ചു. ശങ്കരൻ ബാല്യത്തിൽ തന്നെ അതിപ്രതിഭാശാലിയായിരുന്നു. വേദങ്ങൾ പഠിച്ചു, സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം പൂർണ നദിക്കരയിൽ അമ്മയോടൊപ്പം എത്തിയപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കെ ഒരു മുതല പിടിച്ചു. ശങ്കരൻ അമ്മയോട് പറഞ്ഞു, ഈ മുതല പിടിച്ച അവസ്ഥയിലെങ്കിലും എന്നെ സന്യാസിയാകാൻ അനുവദിക്കണേ എന്ന്. അമ്മ സമ്മതം നൽകുകയും അതിനുശേഷം മുതല വിട്ടുപോവുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ശങ്കരൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ശേഷം ശങ്കരൻ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്തു. നർമ്മദാ നദിക്കരയിലുള്ള ഒരു ഗുഹയിൽ ഗോവിന്ദ ഭഗവത് പാദനെ കാണുകയും ഗുരുശിഷ്യ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഗുരുവിൽ നിന്നും അദ്വൈത വേദാന്തത്തിൻ്റെ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. പിന്നീട് നാടെങ്ങും സഞ്ചരിച്ചു. മറ്റു സിദ്ധാന്തങ്ങളിലുള്ളവരോടെല്ലാം സംവദിച്ചു. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വൈഭവത്തെ മഹത്കരിച്ചു. കാശിയിൽ വെച്ച് മണ്ഡനമിശ്രൻ എന്ന പ്രസിദ്ധ പണ്ഡിതനെ തൻ്റെ വാദത്താൽ പരാജിതനാക്കി. ഹസ്താമലകൻ, സുരേശ്വരാചാര്യൻ, തോടകാചാര്യർ, പത്മപാദർ എന്നീ പ്രശസ്തരായ ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം 4 ദിശകളിലും മഠങ്ങൾ സ്ഥാപിച്ചു. തെക്കു ഭാഗത്ത് ശൃംഗേരി, പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരക, കിഴക്കിൽ പുരി, ഉത്തരഭാഗത്ത് ബദരി ജ്യോതിർമഠം. ഇവ മുഖേന ആധ്യാത്മികതയുടെ പ്രചാരവും സാംസ്കാരിക ഐക്യവും ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സമാധി പ്രാപിച്ചു.